ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാത സമയത്തെ ധ്യാനത്തിനായിട്ട് യെശയ്യാപ്രവചനം 66-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്? ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം. ദൈവമക്കളെ, നമുക്ക് ആരുമില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, എന്നോടൊരു സ്നേഹവാക്ക് പറയുവാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഈ വചനം ഒന്ന് ഓർത്താട്ട്. പ്രവാചകനായ യെശയ്യാവ് വിളിച്ച് ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. ദൈവം നമ്മളെ തകർത്ത് കളയുന്നവനല്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് ആ വചനം പറഞ്ഞു, ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവമാണ്, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമാണ്. ലോകം ചതഞ്ഞിരിക്കുന്നതിനെ ഒടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ബന്ധം വേർപെട്ട് വരുന്നതിനെ വീണ്ടും അത് വിച്ഛേദിച്ച് കളയാൻ ശ്രമിക്കുമ്പോൾ, സ്തോത്രം, ദൈവം അതിനെ കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്. ചില പ്രതികൂലങ്ങളാൽ ശത്രു നമ്മെ ഛിന്ന ഭിന്നമാക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രതികൂലത്തെ മാറ്റി ദൈവം നമ്മെ ഒരുമിച്ച് മോൾഡ് ചെയ്യുന്നവനായ ദൈവമാണ്. നമ്മുടെ പോരായ്മകളെ പരിഹരിച്ച് നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നവനായ ദൈവം. ആകയാൽ ഈ പകൽക്കാലം അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിവുണ്ടെങ്കിൽ, ആ ഓർമ്മയുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോക്കൂ. അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ്. സ്തോത്രം. നമ്മെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കണ്ണുനീരിനെ ഒപ്പി നമ്മെ ആശ്വസിപ്പിച്ച് പുതുജീവൻ നൽകുന്നവനായ ദൈവം. മറിയുടെ ഭവനത്തിലേക്ക് ചെന്നിട്ട് അവരോട് കൂടെ ഇരുന്ന് കരഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് അവരെ ബലപ്പെടുത്തി എഴുന്നേറ്റ് ലാസറിനെ പുറത്ത് വിളിച്ച് സഹോദരിമാർക്ക് തിരിച്ചു കൊടുത്തവനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലതിനെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചു തരാൻ പോകുക. വിശ്വസീര്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്താണോ നിങ്ങൾ കരയുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുക. വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് നന്മ തിരിച്ചു നിങ്ങൾക്ക് നൽകും. അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.